Welcome to Khandwa Diocese. ഷാലോം പ്രേക്ഷകർക്കും ഖണ്ഡ്വ രൂപതായിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ ഖണ്ഡ്വ രൂപതയുടെ മിഷൻ പ്രവർത്തനങ്ങളെ അടുത്തറിഞ്ഞുകൊണ്ടുള്ള യാത്ര തുടരുകയാണ്. ഏതൊരു രൂപതയുടെയും പ്രധാന പരിഗണനകളിൽ ഒന്നായിരിക്കും സാമൂഹ്യ സേവന മേഖലയിലെ പ്രവർത്തനങ്ങൾ. സാധാരണക്കാരുടെ ഉന്നമനത്തിനും സാമൂഹ്യ പുരോഗതിക്കും ഉതകുന്ന നിരവധി സേവന പ്രവർത്തനങ്ങൾ ക്രൈസ്തവ മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടത്തിയതിൻ്റെ നേട്ടം മുഴുവൻ അനുഭവിക്കുന്ന പ്രദേശമാണ് ഖണ്ഡ്വ. ഖണ്ഡ്വ രൂപതയുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തന കേന്ദ്രത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഖണ്ഡ്വ രൂപതയുടെ സാമൂഹ്യ പ്രവർത്തനത്തെപ്പറ്റി പറയുമ്പോൾ ഇതിന് തുടക്കം കുറിച്ചത് 1964 കാലങ്ങളിലാണ്. നിമാഡ് കൃഷി സേവാ സംസ്ഥ എന്ന സൊസൈറ്റിയുടെ പേരിൽ ഇതിന് തുടക്കം കുറിച്ചത്. അന്ന് ഒരു ഡെഡിക്കേറ്റഡ് മിഷണറിയായ സേവിയർ കോളരിക്കലിൻ്റെ സമയത്താണ് ഇത് സ്ഥാപിച്ചത്. അതിനുശേഷം റവറൻഡ് ഫാദർ മാത്യു KV ഇതിന് കണ്ടിന്യൂ ചെയ്തു. ആ കാലങ്ങളിൽ വളരെയധികം സാമൂഹിക പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നടക്കുകയുണ്ടായി. പലതരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ, വഴിവെട്ടൽ, പിന്നെ ആതുര ശുശ്രൂഷ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ജലസേചനത്തിനായി കുളങ്ങൾ കുഴിക്കുകയുണ്ടായി. പിന്നെ ഈ മേഖലയിലുള്ള ഈ ഏരിയയിലുള്ള ജനങ്ങളുടെ ആ കാലത്ത് ജനങ്ങൾ ഒത്തിരിയും പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമായിരുന്നു. അപ്പോൾ അവരെ അതിൽ നിന്നെല്ലാം മുക്തി കൊടുക്കുവാൻ, അതിൽ നിന്ന് മോചനം കൊടുക്കുവാനായിട്ട് ഞങ്ങളുടെ സഭയുടെ ആഭിമുഖ്യത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയുണ്ടായി. അപ്പോൾ അന്നത്തെ കാലത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്, സാമൂഹിക പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്തത് CRS കാത്തലിക് റിലീഫ് സർവീസ് എന്ന പേരിൽ ഒത്തിരിയും ധാന്യങ്ങളും എണ്ണ അതുപോലെ പല കാര്യങ്ങൾ ഞങ്ങൾക്കിവിടെ ലഭിക്കുകയുണ്ടായി. അപ്പോൾ അത് പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് പലതരത്തിലുള്ള സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഫാദർ മാത്യു KVയുടെ കാലത്തിന് ശേഷം വന്നത് ഫാദർ ജോൺ തൈലച്ചനായിരുന്നു. അച്ഛന് ഒത്തിരി വളരെ കാര്യങ്ങൾ ഈ പ്രദേശത്ത് ചെയ്തു. അതോടൊപ്പം തന്നെ ഫാദർ മോത്തിരാജും വളരെ ഒത്തിരി ഡെഡിക്കേറ്റഡായ ഒരു മിഷണറി അച്ഛനായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ അച്ഛനും ചെയ്യുകയുണ്ടായി. പിന്നീട് 1994 ഖണ്ഡ്വ രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന പേരിൽ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ തുടങ്ങിയത്.
ADSSന്റെ ഓഫീസിന്റെ മുകൾ നിലയിലാണ് വനിതകൾക്കായുള്ള ബാഗ് നിർമ്മാണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. വീടുകളിലെ ഉപയോഗശൂന്യമായ തുണികൾ ഉപയോഗിച്ചാണ് ബാഗുകൾ നിർമ്മിക്കുന്നത്. ഇവിടെ ബാഗ് നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നതോടൊപ്പം ഇതൊരു തൊഴിലായി തുടർന്നുകൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും KDSS നൽകുന്നുണ്ട്. വീട്ടിലിരുന്ന് ബാഗ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന വനിതകൾക്ക് ആവശ്യമായ മെറ്റീരിയൽസ് എത്തിച്ചു നൽകുകയും നിർമ്മാണം പൂർത്തിയായ ബാഗുകൾ വിപണനം ചെയ്യാൻ ആവശ്യമായ സഹായങ്ങളും സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നു. ആയിരത്തി 1964 കാലഘട്ടത്തിൽ നിമാഡ് കൃഷി സേവാ സംസ്ഥാൻ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പോഷകാഹാരക്കുറവ് മൂലം വലഞ്ഞിരുന്ന ജനങ്ങൾക്ക് ആഹാര സാധനങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി കൂട്ടിവച്ചിരുന്നത് വൃക്ഷച്ചുവട്ടിലായിരുന്നു. എന്നാൽ ഇന്ന് മികച്ച ഓഫീസ് സൗകര്യങ്ങളോടെ ആസൂത്രണ മികവോടെ അനേകം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും പ്രയോജനം നൽകുന്ന രീതിയിലാണ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അതിനുശേഷം ഞങ്ങളുടെ രൂപത 1977 സ്വതന്ത്രമായ കാണ്ഡുവ രൂപത സ്ഥാപിതമായത്. അത് സ്ഥാപിതമായപ്പോൾ മധ്യപ്രദേശിലെ 4 ഡിസ്ട്രിക്റ്റുകളിലാണ് ഈ രൂപത ആയിരിക്കുന്നത്. കാണ്ഡുവ, ഖർഗോൺ, ബഡ്വാനി ആൻഡ് ബുരാൻപൂർ, ഇങ്ങനെ 4 കൺസിസ്റ്റിംഗ് ഓഫ് 4 സിവിൽ ഡിസ്ട്രിക്ട്സ് ഓഫ് മധ്യപ്രദേശ്. അപ്പോൾ അതിനുശേഷം 1994 ഡിസംബർ മാസം 20 സാമൂഹിക പ്രവർത്തനങ്ങൾ ഒത്തിരി സുതാര്യതയോടുകൂടെ ഫലവത്തായി ചെയ്യുവാൻ വേണ്ടി അന്നത്തെ ഞങ്ങളുടെ അഭിമന്യ പിതാവ് എബ്രഹാം വിരുത്തിക്കുളങ്ങര ഒരു സൊസൈറ്റി സ്ഥാപിക്കുകയുണ്ടായി. ആ സൊസൈറ്റിയുടെ പേരാണ് കാണ്ഡുവ ഡയോസിസൻ സോഷ്യൽ സർവീസസ്, കാണ്ഡുവ ധർമ്മപ്രാന്തീയ സമാജ് സേവാ സംസ്ഥ. ഇത് എല്ലാ സാമൂഹ്യ പ്രവർത്തന കാര്യങ്ങൾ ഒത്തിരി സുതാര്യതയോടുകൂടിയും ഫലവത്തായി ചെയ്യാൻ വേണ്ടിയാണ് ഇത് സ്ഥാപിച്ചത്. അതിനുശേഷം ഇന്ന് ഈ സൊസൈറ്റിയിലേക്ക് നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ 4 ജില്ലകളിൽ നമ്മുടെ പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ 19ലധികം ബ്ലോക്കുകളിൽ നമ്മൾ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഏറെക്കുറെ 300 വില്ലേജുകളിലായിട്ട് 300 വില്ലേജുകളിൽ 75ലധികം പഞ്ചായത്തുകൾ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. വനിതകളുടെ ഉന്നമനത്തിലൂടെ സാമൂഹ്യ പുരോഗതി കൈവരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വനിതകൾക്കിടയിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ച് അംഗങ്ങൾക്ക് മൈക്രോ ഫിനാൻസ് മാതൃകയിൽ വായ്പകൾ ലഭ്യമാക്കുന്നു. സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും മറ്റും ഇത്തരത്തിൽ വായ്പകൾ നൽകുന്നുണ്ട്. ഓരോ മാസവും സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവർ മീറ്റിംഗ് നടത്തുകയും ഓരോരുത്തരുടെയും പ്രവർത്തന പുരോഗതി വിലയിരുത്തുകയും ഏതെങ്കിലും രീതിയിൽ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിട്ടവർക്ക് അത് തുടർന്നുകൊണ്ടു പോകുന്നതിനാവശ്യമായ പിന്തുണയും നിർദ്ദേശങ്ങളും സഹായങ്ങളും സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ട്. ഈ മേഖലയിലുള്ളവർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ജലദൗർലഭ്യം. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതുകൊണ്ട് കൃഷിജോലികൾ മുടങ്ങിപ്പോകുന്നത് പതിവായിരുന്നു. ഇത്തരം പ്രദേശങ്ങളിലെ അരുവികളിൽ ചെക്ക് ഡാമുകൾ നിർമ്മിച്ച് ജലസേചനത്തിനും കിണറുകളിൽ ജലനിരപ്പ് ഉയരുന്നതിനും വഴിയൊരുക്കുന്നു.
കാർഷിക മേഖലയ്ക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കാനും ഇത്തരത്തിലുള്ള മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ഇടയാക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രകൃതിയുടെ കൂടി സുവിശേഷമായി മാറുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും അത് അനുഗ്രഹമായി പരിണമിക്കുന്നു. പലതരത്തിലുള്ള സ്ത്രീ സമുദ്ധാരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇന്ന് ഞങ്ങളുടെ 300-ൽ പരം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. അപ്പോൾ അതിലവർ കുറച്ച് പൈസ സേവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പല ഇൻകം ജനറേറ്റിംഗ് പ്രോഗ്രാംസ് അവർ തന്നെ ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് റിവോൾവിംഗ് ഫണ്ട് കൊടുക്കുന്നുണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുവാൻ. അവരത് കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് തിരിച്ചു വരുന്നു. അതുകൂടാതെ വൊക്കേഷണൽ ട്രെയിനിങ് ഞങ്ങൾ നടത്തുന്നുണ്ട്. പല ഡ്രോപ്പ് ഔട്ട് യൂത്തിന് വേണ്ടി ഞങ്ങൾ നടത്തുന്നു. പിന്നെ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം, ഇതിനകത്തുള്ള ഒത്തിരിയും വാട്ടർഷെഡ് പ്രോഗ്രാംസ്, കിണറുകൾ കുഴിക്കുക, കിണറുകൾ ആഴം കൂട്ടുക, അതുപോലെ തന്നെ സ്റ്റോപ്പ് ഡാം, ചെക്ക് ഡാം അതൊക്കെ ഡീസിൽറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടാതെ ഞങ്ങൾ സജീവമായിട്ട് ജയിൽ മിനിസ്ട്രി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ജയിൽവാസികളെ കാണുവാനും കുറച്ച് ക്ഷേമ പ്രവർത്തനങ്ങളിൽ, അതുപോലെ തന്നെ അവർ പല അവയർനെസ് പ്രോഗ്രാം കൊടുക്കാൻ ഞങ്ങൾ സമയം കണ്ടെത്താറുണ്ട്. കൂടാതെ പലതരത്തിലുള്ള വില്ലേജ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് വില്ലേജിലെല്ലാവരെയും ഞങ്ങൾ ഇൻവോൾവ് ചെയ്തുകൊണ്ട് അമ്മയുടെ ഉദരത്തിലുള്ള കൊച്ചിനെ തൊട്ട് മരിക്കുവാൻ കിടക്കുന്ന വ്യക്തി വരെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ഇൻവോൾവ് ആണ്. രാഷ്ട്രനിർമ്മാണത്തിൽ ഓരോ പൗരനുമുള്ള ചുമതലകൾ പ്രാധാന്യത്തോടെ മനസ്സിലാക്കുന്നതിന് കുട്ടികളെ പങ്കെടുപ്പിച്ച് ചിൽഡ്രൻസ് പാർലമെന്റ് സംഘടിപ്പിക്കുന്നു. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയവും സാമൂഹികവുമായ ജീവിത പരിതസ്ഥിതികളെ അടുത്തറിയുന്നതിനും സമൂഹം നേരിടുന്ന പ്രതിസന്ധികളെ ഒന്നിച്ചുനിന്ന് എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ചും ചിൽഡ്രൻസ് പാർലമെന്റ് സംഘടിപ്പിക്കുന്നതിലൂടെ കുട്ടികൾ മനസ്സിലാക്കുന്നു. ഇത് ഭാവിയിൽ സാമൂഹ്യാവബോധവും ചുമതലാബോധവുമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. കാർഷിക മേഖലയിൽ വിഷരഹിതമായ വിളവുൽപാദനം ഉറപ്പാക്കാൻ കർഷകർക്ക് ഓർഗാനിക് ഫാമിംഗിൽ പരിശീലനം നൽകുന്നുണ്ട്. മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിൽ പരിശീലനം നൽകി മികച്ച ഇനം വിത്തുകളും നൽകി കർഷകരുടെ അധ്വാനത്തിന് മികച്ച വിളവ് ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും KDSS ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടികളിൽ പങ്കെടുത്ത് കൃഷിജോലികളിൽ മെച്ചപ്പെട്ട നേട്ടമുണ്ടാക്കിയ കർഷകർ നിരവധിയാണ്. ഭൂരിഭാഗം ഗ്രാമീണരും കൃഷിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്നതിനാൽ തന്നെ തങ്ങളുടെ അധ്വാനത്തിന് ഉയർന്ന മൂല്യം ലഭിക്കുന്ന തരത്തിൽ കാർഷിക ജോലികളിലും കാലിവളർത്തലിലും നൂതനമായ മാറ്റങ്ങൾ പരിശീലിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഈ ദൗത്യമാണ് ഖണ്ഡ്വ രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗം നിർവഹിക്കുന്നത്. വീടുകളിൽ ഒതുങ്ങിക്കഴിയേണ്ടിയിരുന്ന വനിതകൾ ആടുകളെ വളർത്തിയും കന്നുകാലികളെ വളർത്തിയും വീട്ടിൽ ടൈലറിംഗ് നടത്തിയും കുടുംബത്തിൻ്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന രീതിയിലേക്ക് എത്തിയതിന് പിന്നിൽ ഖണ്ഡ്വ രൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പരിശ്രമങ്ങളാണ്. യുവജനങ്ങളുടെ ഉന്നമനത്തിനും മികച്ച തൊഴിലവസരങ്ങൾ എത്തിപ്പിടിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതിനും ഖണ്ഡ്വ രൂപതാ നേതൃത്വം സാധ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. യുവജനങ്ങൾക്കായി വിവിധ ബോധവൽക്കരണ പരിപാടികളും പരിശീലനങ്ങളും സംഘടിപ്പിക്കുന്നു.
ലക്ഷ്യബോധത്തോടെ ഉപരിപഠനത്തിൽ മുന്നേറുന്നതിനും മത്സര പരീക്ഷകൾ വിജയിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നതിനും ഈ മിഷണറി സമൂഹം യുവജനങ്ങളെ സഹായിക്കുന്നു. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ചവരെ അതിരൂപത യുവജന ദിനത്തിൽ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു. സർക്കാർ തലത്തിലുള്ള ഉദ്യോഗങ്ങളിൽ എത്തിച്ചേരുന്നതിന് എങ്ങനെ പരിശ്രമിക്കണമെന്നും മറ്റും അറിയാത്തതുകൊണ്ട് കഴിവുണ്ടായിരുന്നിട്ടും അവസരങ്ങൾ നഷ്ടപ്പെടുന്ന യുവജനങ്ങളെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും പരിശീലനങ്ങളും നൽകുന്നതോടെ മികച്ച ജീവിതാവസ്ഥയിലെത്താൻ രൂപതയുടെ യുവജനക്ഷേമ പ്രവർത്തനങ്ങൾ കാരണമാകുന്നുണ്ട്. KDSSന്റെ പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞതിനു ശേഷം ഭോജാക്കടിയിലുള്ള FCC സിസ്റ്റേഴ്സിന്റെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രത്തിലേക്കാണ് ഞങ്ങൾ പോയത്. ഒട്ടുമിക്കയിടങ്ങളിലും കണ്ടതുപോലെ അവിടെയും മലയാളി സിസ്റ്റേഴ്സ് തന്നെയാണ് കൂടുതലും സേവനം ചെയ്യുന്നത്. ഈ കുട്ടികളെ വിവിധ പരിശീലന ഉപകരണങ്ങളുടെ സഹായത്തോടെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളാണ് സിസ്റ്റേഴ്സ് ചെയ്യുന്നത്. സാധാരണ കുട്ടികളെ തന്നെ സ്കൂളിൽ അയക്കുന്നതിനും മറ്റും മടി കാണിക്കുന്ന ഗ്രാമീണർക്കിടയിൽ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾ കൂടുതൽ അവഗണന അനുഭവിക്കുന്ന സാഹചര്യമുണ്ട്. അതേസമയം ദൈവത്തിൻ്റെ ഈ ചെറിയ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും ദൈവിക ശുശ്രൂഷയാണെന്ന തിരിച്ചറിവാണ് ഈ സന്യാസിനിമാർക്ക് നിസ്വാർത്ഥ സേവനത്തിന് ഊർജം പകരുന്നത്. പിന്നീട് ഖണ്ഡ്വ നഗരമധ്യത്തിലുള്ള ഏറ്റവും ആദ്യത്തെ സ്കൂളായ സെയിന്റ് ജോസഫ്സ് കോൺവെന്റ് സ്കൂളിലേക്കാണ് ഞങ്ങൾ പോയത്. MSFS മിഷണറി ബ്രദേഴ്സ് ആരംഭിച്ച സ്കൂളുകളിൽ ഒന്നാണ് ഇത്. ഖണ്ഡ്വ പ്രദേശത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലെത്തിയ സിസ്റ്റേഴ്സ് ഓഫ് സെയിന്റ് ജോസഫ് ഓഫ് ഷംപേരി എന്ന സന്യാസിനി സമൂഹമാണ് ഈ വിദ്യാലയം നടത്തുന്നത്. ജില്ലയിലെ ഒരു മികച്ച വിദ്യാലയം തന്നെയാണിത്. സാധാരണക്കാരുടെ മക്കൾ തുടങ്ങി റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും മറ്റ് സർക്കാർ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മക്കൾ ഇവിടെ പഠനം നടത്തുന്നുണ്ട്. ഞങ്ങൾ എത്തിയപ്പോൾ അവർ റിപ്പബ്ലിക് ദിനത്തിന് അവതരിപ്പിക്കുന്നതിനുള്ള ദേശസ്നേഹം ഉജ്ജ്വലിപ്പിക്കുന്ന സ്കിറ്റും ഡാൻസുമെല്ലാം പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഞങ്ങളത് ശാലോം പ്രേക്ഷകർക്കു വേണ്ടി ഷൂട്ട് ചെയ്തെടുത്തു.
സ്കൂളിനോട് ചേർന്നുള്ള കത്തീഡ്രൽ ദേവാലയത്തിന്റെ വൈദിക മന്ദിരത്തിലാണ് അന്നത്തെ താമസം ക്രമീകരിച്ചിരിക്കുന്നത്. ഖണ്ഡ്വ മിഷൻ പ്രോഗ്രാമിന്റെ ചിത്രീകരണം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. ഒപ്പമുണ്ടായിരുന്ന റോബിൻസൺ അച്ഛൻ അടുത്ത ദിവസത്തെ ഷെഡ്യൂളിനെ കുറിച്ച് വിശദീകരിച്ചു. 1-2 ദിവസത്തിനുള്ളിൽ നാട്ടിലേക്കു മടങ്ങാം എന്ന ചിന്തയോടെ ആ രാത്രി ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു.